ഓപ്പറേഷൻ ചെയ്യാൻ കത്തിയെടുക്കുമ്പോൾ സ്വന്തം ജീവൻ എന്നെ ഏൽപ്പിച്ചു മയക്കുന്ന രോഗികളുടെ മേൽ കൈപ്പിഴ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ ഹനിയെ ഞാൻ കൊന്നിട്ടില്ല. തിയേറ്ററിലിരുന്ന് നമ്മൾ കൈയടിച്ച, ചിലപ്പോൾ കണ്ണ് നിറച്ച പല ലാലേട്ടൻ കഥാപാത്രങ്ങളും വെറും സിനിമാറ്റിക് സൃഷ്ടികളല്ല, ഈ മണ്ണിൽ ജീവിച്ചിരുന്ന, ഇപ്പോഴും ജീവിക്കുന്ന യഥാർത്ഥ വ്യക്തികളായിരുന്നു. 1987 പത്മരാജൻ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തൂവാനത്തുമ്പികൾ റിലീസ് ചെയ്യുമ്പോൾ മലയാളികൾ കണ്ടത് രണ്ട് പ്രണയങ്ങൾക്കിടയിൽ, സ്വന്തം വ്യക്തിത്വങ്ങൾക്കിടയിൽ ഉലയുന്ന ജയകൃഷ്ണനെയാണ്. തൃശൂർക്കാരനായ നാട്ടിൻപുറത്ത് കള്ളുകുടിച്ചും സുഹൃത്തുക്കൾക്കുമൊപ്പം നടന്നുമൊക്കെ ജീവിക്കുന്ന, എന്നാൽ നഗരത്തിൽ വരുമ്പോൾ തികച്ചും സൗമ്യനായ ജയകൃഷ്ണൻ. പത്മരാജന്റെ തന്നെ ഉദകപ്പോള എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയത്. എന്നാൽ പലർക്കും അറിയാത്ത കാര്യം, ഈ ജയകൃഷ്ണൻ പത്മരാജന്റെ ഭാവന മാത്രമായിരുന്നില്ല. പത്മരാജന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന കാരക്കാട്ട് ഉണ്ണിമേനോൻ എന്ന വ്യക്തിയുടെ ജീവിതമായിരുന്നു ആ കഥാപാത്രത്തിന്റെ ആധാരം. ഉണ്ണിമേനോന്റെ തൃശൂർ പശ്ചാത്തലവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ചില പ്രണയാനുഭവങ്ങളും ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ സ്വഭാവ രീതികളും തന്നെയാണ് പത്മരാജൻ സിനിമയിലേക്ക് പകർത്തിയത്. സിനിമ കണ്ടിറങ്ങിയ ഉണ്ണിമേനോൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവിച്ച ജീവിതം മോഹൻലാൽ എന്ന നടൻ സ്ക്രീനിൽ കാണിച്ചപ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് അവിടെ കാണാൻ കഴിഞ്ഞതെന്ന്. ഒരു വ്യക്തിയുടെ നടപ്പും ഇരിപ്പും സംസാര ശൈലിയും പോലും ഒരു ഇഞ്ച് പോലും ചോർന്നു പോകാതെ ലാലേട്ടൻ അതിൽ ആവാഹിച്ചെടുത്തു. മലയാള സിനിമയിലെ മാസ് എന്ന വാക്കിന്റെ ഡെഫിനിഷൻ മാറ്റിയെഴുതിയ സിനിമയാണ് 1993 പുറത്തിറങ്ങിയ ദേവാസുരം. മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന ധിക്കാരിയായ, എന്നാൽ കലകളെ സ്നേഹിക്കുന്ന പ്രഭുക്കന്മാരുടെ പ്രൗഢിയിലുള്ള ആ കഥാപാത്രം ഇന്നും മലയാളികളുടെ ആവേശമാണ്. തിരക്കഥാകൃത്ത് രഞ്ജിത്ത് ഈ കഥാപാത്രത്തെ എഴുതുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ കൃത്യമായ ഒരു മുഖമുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട മുല്ലശ്ശേരി രാജഗോപാൽ എന്ന രാജേട്ടനായിരുന്നു. മുല്ലശ്ശേരി തറവാട്ടിലെ രാജഗോപാലിന്റെ ജീവിതം സിനിമയേക്കാൾ നാടകീയമായിരുന്നു. അമിതമായ ആഢ്യത്യവും സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ദാനം ചെയ്യുന്ന സ്വഭാവവും, സംഗീതത്തോടും കലകളോടുമുള്ള അമിതമായ ഭ്രാന്തും, ഒടുവിൽ രോഗശയ്യയിലേക്ക് വീണുപോയതുമെല്ലാം മുല്ലശ്ശേരി രാജഗോപാലിന്റെ യഥാർത്ഥ ജീവിതമാണ്. സിനിമയിൽ കാണുന്നത് പോലെ തന്നെ ദേവി എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ, സിനിമയിൽ ഭാനുമതിയാണ്, അദ്ദേഹത്തെ പരിചരിക്കാൻ ഒപ്പമുണ്ടായിരുന്നു. രഞ്ജിത്ത് മുല്ലശ്ശേരി തറവാട്ടിൽ സ്ഥിരമായി പോകുന്ന കാലത്താണ് രാജേട്ടന്റെ ജീവിതം മനസ്സിലാക്കുന്നതും അത് നീലകണ്ഠനാക്കി മാറ്റുന്നതും. മോഹൻലാൽ ആ കഥാപാത്രമായി മാറിയപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട രാജേട്ടനെ അതേപടി സ്ക്രീനിൽ കണ്ട അത്ഭുതത്തിലായിരുന്നു കോഴിക്കോട്ടെ അന്നത്തെ സാംസ്കാരിക ലോകം. 1990 വേണു നാഗവള്ളിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാഷ്ട്രീയ ക്ലാസിക് സിനിമയാണ് ലാൽ സലാം. ഇതിൽ മോഹൻലാൽ അവതരിപ്പിച്ച നെട്ടൂർ സ്റ്റീഫൻ അഥവാ നെട്ടൂരാൻ എന്ന സഖാവ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ചിത്രത്തിന്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു. പാർട്ടി കെട്ടിപ്പടുക്കാൻ ഇറങ്ങിത്തിരിക്കുകയും പിന്നീട് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആദർശ സംഘടനകളുമൊക്കെയായിരുന്നു ഈ സിനിമയുടെ പ്രമേയം. കേരളത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും പ്രമുഖ വിപ്ലവകാരിയുമായിരുന്ന TK വർഗീസ് വൈദ്യൻ എന്ന യഥാർത്ഥ മനുഷ്യന്റെ ജീവിതമാണ് നെട്ടൂർ സ്റ്റീഫൻ എന്ന കഥാപാത്രത്തിന്റെ അടിസ്ഥാനം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളും വ്യക്തി ജീവിതത്തിലെ കയറ്റിറക്കങ്ങളുമാണ് വേണു നാഗവള്ളി സിനിമയ്ക്കായി തിരഞ്ഞെടുത്തത്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഗാംഭീര്യവും സാധാരണക്കാരോട് കാണിക്കുന്ന ആർദ്രതയും ലാലേട്ടൻ തന്റെ അഭിനയത്തിലൂടെ നെട്ടൂരാന് നൽകിയപ്പോൾ അത് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ കഥാപാത്രങ്ങളിൽ ഒന്നായി മാറി. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നാണ് മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ. തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിയ രണ്ട് സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞ സിനിമയിൽ ആനന്ദൻ എന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ എത്തിയത്. സിനിമ കണ്ട ആർക്കും മനസ്സിലാകും, ആ ആനന്ദൻ മറ്റാരുമല്ല, തമിഴകത്തിന്റെ വിപ്ലവ നായകൻ, ജനപ്രിയ നടൻ MG രാമചന്ദ്രൻ അഥവാ MGR. ഒരു തമിഴ് നടൻ പോലും ചെയ്യാൻ മടിച്ച അല്ലെങ്കിൽ ഭയപ്പെട്ട ഒരു റോളിലേക്കാണ് ഒരു മലയാളി നടനായ മോഹൻലാലിനെ മണിരത്നം കാസ്റ്റ് ചെയ്യുന്നത്. MGRന്റെ ആ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിന്റെ ചിരി, കൈകൾ വീശിയുള്ള നടത്തം, പ്രസംഗ ശൈലി, ഇതെല്ലാം ലാലേട്ടൻ സ്ക്രീനിൽ പുനഃസൃഷ്ടിച്ചപ്പോൾ തമിഴ് സിനിമാ ലോകം പോലും ഞെട്ടിപ്പോയി. MGRന്റെ യഥാർത്ഥ ജീവിതത്തിലെ സിനിമാ പ്രവേശനം മുതൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുന്നത് വരെയുള്ള ചരിത്ര നിമിഷങ്ങൾ ലാലേട്ടൻ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി ഇന്നും വാഴ്ത്തപ്പെടുന്നു. 2002 രാം ഗോപാൽ വർമ്മ ബോളിവുഡിൽ ഒരുക്കിയ അധോലോക സിനിമയായിരുന്നു കമ്പനി. മുംബൈ അധോലോകത്തെ ദാവൂദ് ഇബ്രാഹിം ചോട്ടാരാജൻ പോരിനെ അടിസ്ഥാനമാക്കിയെടുത്ത ഈ സിനിമയിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള IPS ഓഫീസർ വീരപ്പള്ളി ശ്രീനിവാസൻ എന്ന ശക്തമായ കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത്.
ഈ കഥാപാത്രവും തികച്ചും യാഥാർത്ഥ്യമായിരുന്നു. മുൻ മുംബൈ പോലീസ് കമ്മീഷണറും മഹാരാഷ്ട്ര DGPയുമായിരുന്ന D. ശിവാനന്ദൻ എന്ന പ്രഗത്ഭനായ IPS ഓഫീസറുടെ ജീവിതത്തെ മുൻനിർത്തിയാണ് RGV ഈ ക്യാരക്ടർ ഡിസൈൻ ചെയ്തത്. മുംബൈയിലെ അണ്ടർവേൾഡിനെ അടിച്ചമർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഓഫീസറാണ് ശിവാനന്ദൻ. അധികം ബഹളങ്ങളൊന്നുമില്ലാതെ കൂളായി ഇരുന്നു കൊണ്ട് അധോലോകത്തിന്റെ നെറ്റ്വർക്ക് തകർക്കുന്ന ആ ലാലേട്ടന്റെ പോലീസ് വേഷം കണ്ട് യഥാർത്ഥ ശിവാനന്ദൻ പോലും ലാലേട്ടനെ അഭിനന്ദിക്കുകയുണ്ടായി. ഈ ലിസ്റ്റിലെ അടുത്ത 2 കഥാപാത്രങ്ങൾ ഒന്ന് ചരിത്ര പുരുഷനും മറ്റൊന്ന് അധോലോകത്തിന്റെ നിഴലിൽ ജീവിച്ച വ്യക്തിയുമാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത ബിഗ് ബജറ്റ് ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയിൽ ലാലേട്ടൻ എത്തിയത് സാമൂതിരിയുടെ നാവിക പടത്തലവനായ കുഞ്ഞാലി മരക്കാർ 4-മനായിട്ടാണ്. അതുപോലെ തന്നെ 1991 പുറത്തിറങ്ങിയ അഭിമന്യു എന്ന സിനിമയിൽ ഹരി എണ്ണ എന്ന ക്യാരക്ടറായി മോഹൻലാൽ അഭിനയിച്ചിരുന്നു. മുംബൈ പശ്ചാത്തലമാക്കിയ ഈ സിനിമയിലെ കഥാപാത്രത്തിന് പിന്നിലും രാജൻ മഹാദേവൻ നായർ എന്ന യഥാർത്ഥ വ്യക്തിയുടെ ജീവിതത്തിന്റെ ചില അംശങ്ങളുണ്ടായിരുന്നു. മുംബൈ അധോലോകത്തിൽ ബെഡാ രാജൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മലയാളി ഡോണിന്റെ ജീവിതത്തിൽ നിന്നുമാണ് T. ദാമോദരൻ ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം രൂപപ്പെടുത്തിയത്. വെറും ഭാവനാ സൃഷ്ടികളായ കഥാപാത്രങ്ങളെക്കാൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ സ്ക്രീനിൽ എത്തിക്കുമ്പോൾ ഒരു നടന് വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം അവരെ അറിയുന്ന മനുഷ്യർ നമുക്കിടയിൽ ഉണ്ടാകും. എന്നാൽ ആ വെല്ലുവിളിയെല്ലാം വളരെ സിമ്പിളായി മനോഹരമാക്കിയ നടനാണ് മോഹൻലാൽ. കാരക്കാട്ട് ഉണ്ണിമേനോൻ മുതൽ കുഞ്ഞാലി മരക്കാർ വരെ നീളുന്ന ആ നിര ലാലേട്ടന്റെ അഭിനയ പ്രതിഭയ്ക്ക് അടിവരയിടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും സിനിമകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.